വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന അമ്പുകുത്തി മലയിലെ രണ്ട് പ്രകൃതിജന്യമായ ഗുഹകൾ ഇടക്കൽ ഗുഹകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ചെറുശിലായുഗ സംസ്കാര കാലഘട്ടത്തിൽ നിന്ന് കരുതുന്ന ശിലാലിഖിതങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4000 അടി ഉയരത്തിൽ അമ്പുകുത്തി മലയുടെ മുകളിലെ ഒരു വലിയ പാറയിൽ രൂപപ്പെട്ട വിള്ളലിന് മുകളിൽ വീണുറച്ച കൂറ്റൻ പാറയാണ് മനുഷ്യനിർമ്മിതമല്ലാത്ത ഈ ഗുഹയെ സൃഷ്ടിക്കുന്നത്. പ്രാചീന ചിത്രങ്ങളും പിൽക്കാല ലിഖിതങ്ങളും ഇവിടെ കാണപ്പെടുന്നു. 98 അടി നീളവും 22 അടി വീതിയുമുള്ള ഈ വിള്ളലുകളാണ് മനുഷ്യനിർമ്മിതമല്ലാത്ത അഭൂതപൂർവമായ ഈ ഗുഹയെ രൂപപ്പെടുത്തുന്നത്. 1901 മലബാർ ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന ഫ്രെഡ് ഫോസറ്റാണ് ലോകശ്രദ്ധയിലേക്ക് ഈ ഗുഹകളെ കൊണ്ടുവരുന്നത്. തൻ്റെ നായാട്ടിനിടയ്ക്ക് ഗുഹാവാസികളായ മുള്ളുക്കുറുവന്മാരുടെയും പണിയരുടെയും സഹായത്തോടെ കാട് വെട്ടിയാണ് അദ്ദേഹം ഇവിടേക്ക് വഴിയുണ്ടാക്കിയത്. ഏകദേശം 1 കിലോമീറ്റർ കാൽനടയായി മല കയറാനുണ്ട്. പാറയിൽ കൊത്തിയ മൃഗങ്ങളുടെ ചിത്രങ്ങളും അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ശിലാലിഖിതങ്ങളും രാജാക്കന്മാരുടെ ചിത്രങ്ങളും ഈ കൂറ്റൻ പാറകളിൽ ഉല്ലേഖനം ചെയ്തതായി കാണപ്പെടുന്നു. കൽപ്പറ്റയിൽ നിന്ന് 25 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടുള്ളത്. തൊട്ടടുത്ത ഏറ്റവും വലിയ പട്ടണം സുൽത്താൻ ബത്തേരിയാണ്. 12 കിലോമീറ്റർ ദൂരമാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഇടക്കൽ ഗുഹയിലേക്കുള്ളത്. തൊട്ടടുത്തുള്ള ചെറിയ നഗരം അമ്പലവയൽ എന്ന് പറയുന്ന പ്രദേശമാണ്. 4 കിലോമീറ്ററാണ് അമ്പലവയലിൽ നിന്നും ഇടക്കൽ ഗുഹയിലേക്കുള്ളത്. കേരള ചരിത്രത്തിൻ്റെ ഗതി മാറ്റിയ വലിയ കണ്ടെത്തലുകളാണ് ഇടക്കൽ ഗുഹയെ കണ്ടെത്തിയതിലൂടെ ലഭ്യമായിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ശിലാലിഖിതങ്ങളും ഇവിടെയാണെന്ന് പറയപ്പെടുന്നു. മനുഷ്യനിർമ്മിതമല്ലാത്ത ഈ ഗുഹ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിൻ്റെ വലിയൊരു നാഴികക്കല്ലായി അറിയപ്പെടുന്നു. ആയിരക്കണക്കായ സഞ്ചാരികൾ ദിനേനെ ഈ പ്രകൃതി